ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ടാവും. ഞാനപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഇന്നൊരു കുട്ടി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ചില്ലറ ചെറിയ കുട്ടി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് കാണാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ. മക്കൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ ബാക്ക് വശത്തോടെയാണ് ഞങ്ങൾ വന്നത്. എളുപ്പ വഴിയുണ്ട്, റോട്ടിലേക്ക് പെട്ടെന്ന് എത്തും, ചുറ്റി വരണ്ട, അതങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെയിൻ റോഡിലെത്തി. ഇതേ ഇവിടെ ഫർണിച്ചർ ഷോപ്പ്, നമ്മുടെ ചൊവ്വൂരെന്ന് പറയുന്നത് ഫർണിച്ചർ ബിസിനസ്സിന് പേര് കേട്ട സ്ഥലമാണ് കേട്ടോ. മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ കപ്പേള. ഞാൻ സെൻറ്ററിലെത്തി. അവിടെ നിന്നാണ് ബസ് കയറുന്നത്. അങ്ങനെ ബസ് കയറി ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേർപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ചേർപ്പിലേക്കാണ്, ബസ്സിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിൽ അങ്ങനെ ചേർപ്പ് സെൻറ്ററിലെത്തി. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങാനുണ്ടായിരുന്നു. മുഴുവനൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ, വളരെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് ഉള്ളൊരു പ്രതീക്ഷിക്കാത്തൊരു ഇതായ കാരണം കൊണ്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു പച്ചക്കറി വിൽക്കുന്നൊരു കടയുണ്ട്. കടയല്ല, ഒരു എന്താ പറയുക, അവരിങ്ങനെ ചേച്ചിമാരൊക്കെ കൂടി വിൽക്കുന്നൊരു സ്ഥലമാണ്, ഒരു വിപണന കേന്ദ്രമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അവിടെ പോയി നല്ല പച്ചക്കറി, നല്ല ഫ്രഷ് പച്ചക്കറികളായിരുന്നു. ചേച്ചിമാർ ഓരോന്നിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം. സൂപ്പർ മാർക്കറ്റൊക്കെ പോലെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം. അവരത് എന്താ പറയുക, ഈ അളന്നൊക്കെ നോക്കി അവരതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കണക്കൊക്കെ നോക്കി റേറ്റൊക്കെ പറയും. അങ്ങനെ ഞാൻ തൊട്ടടുത്തുള്ളൊരു ബേക്കറി പോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു സാൻഡ്വിച്ച് കഴിച്ചു, ജയ ബേക്കറി. അതുപോലെ തന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ വീട്ടിലെത്തി. ടാറ്റാ ബൈ ബൈ.